എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് തിരുവാതിര നക്ഷത്രക്കാർ 5 കാര്യം ചെയ്യുവാണെങ്കിൽ സാമ്പത്തിക ലാഭം ഉണ്ടാകും. സാമ്പത്തിക ലാഭം മാത്രമാണ്. അപ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം. ഒന്നാമത്തെ കാര്യം, തിരുവാതിര നക്ഷത്രക്കാർ ചെയ്യേണ്ട ₹1 നാണയം മഹാദേവ ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുക്കുക. മഹാദേവ ക്ഷേത്രത്തിൽ കൊണ്ടു കൊടുത്തിട്ട് തിരുമേനിയോടൊന്ന് പറയും, ഈ ₹1 നാണയം ശരിക്കും പറയുകയാണെങ്കിൽ മഹാദേവൻ്റെ മന്ത്രം ചൊല്ലി ഒന്ന് പൂജിച്ച് തരാൻ പറയണം. ആ പൂജിച്ച് തരുന്ന ₹1 നാണയം എന്ത് ചെയ്യണം, നമ്മുടെ പേഴ്സിനകത്ത്, അതായത് ചുമന്ന കളറ് പട്ടിനകത്ത് നൂലിട്ട് കെട്ടിയിട്ട് നമ്മുടെ പേഴ്സിനകത്ത് വെക്കുക. നമുക്കൊരു സാമ്പത്തിക ലാഭം തുറന്നു വരും. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഭുവനേശ്വരി ഇരിക്കുന്ന ക്ഷേത്രം, അതായത് ദുർഗാദേവി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോയിട്ട് തലേ ദിവസം തിരുമേനിയോട് പറഞ്ഞ് 5 താമരമുട്ട് കൊടുത്തിട്ട് നമ്മൾ അശ്വാരൂഢ മന്ത്ര അർച്ചന ചെയ്തു തരാൻ വേണം. ഈ അശ്വാരൂഢം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സാമ്പത്തികത്തിലേക്കുള്ളതും ജോലിയിലേക്കുള്ള, അതായത് നമ്മളിപ്പോൾ ഒരു വ്യക്തി ഒരു ജോലി സ്ഥലത്ത് നിൽക്കുന്ന വെച്ചാൽ ആ വ്യക്തിക്ക് പുതിയ ഓഫറുകൾ വരാനും ഇല്ലെങ്കിൽ സാമ്പത്തികത്തിൻ്റെ ഒരു വഴി തുറന്നു വരാൻ വേണ്ടിയാണ് അശ്വാരൂഢം ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് തിരുവാതിര നക്ഷത്രക്കാർ ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ച അശ്വാരൂഢം ചെയ്യുമ്പോഴത്തേക്ക് ഇതിന് വേണ്ട കാര്യങ്ങൾ സ്പീഡപ്പ് ആക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഭദ്രകാളി ക്ഷേത്രത്തിൽ അശ്വാരൂഢം ചെയ്തത്, ദുർഗ ഇരിക്കുന്ന ക്ഷേത്രത്തിൽ, ഭുവനേശ്വരി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ അശ്വാരൂഢം കൂടി ചെയ്യുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഏതെങ്കിലും തിരുവാതിര നക്ഷത്രക്കാർ ഉപാസനാമൂർത്തികളുണ്ടെങ്കിൽ, ഇപ്പം തിരുവാതിര നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ ഉപാസനാമൂർത്തി കൃഷ്ണനായിരിക്കാം, മുരുകനായിരിക്കാം, ദേവിയായിരിക്കും, അവരവരുടെ ഉപാസനാമൂർത്തിയുടെ അടുത്ത് ചെന്നിട്ട് ഒരു തിരി കത്തിച്ച്, ഭഗവാനെ ഞാൻ ഇന്ന പോലെ സാമ്പത്തിക ലാഭം ഉണ്ടാകണം, എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറി തരണമെന്ന് നമ്മുടെ ഉപാസനാമൂർത്തിയുടെ കാര്യങ്ങൾ പറയുക. ഒപ്പം തന്നെ നമ്മൾ നാലാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം, നമുക്ക് എങ്ങനെയെങ്കിലും സാമ്പത്തികത്തിൽ ഉണ്ടാക്കി തീരുമെന്നുള്ളൊരു രീതിയാണ് സാമ്പത്തികം. അതിനുവേണ്ടിയാണ് എല്ലാ മനുഷ്യരും നടക്കുന്നത്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സാമ്പത്തിക ലാഭമാണ്. ഒരു വ്യക്തിക്ക് 50,000 സാലറി കിട്ടുവാണെങ്കിൽ അനാവശ്യമായ നഷ്ടങ്ങൾ വരാതിരിക്കാനും ഇല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങൾക്കൊക്കെ ആ പൈസ പോകാതിരിക്കാനും, ഇപ്പോൾ ഒരു വ്യക്തിക്ക് 50,000 സാലറി കിട്ടി, ആ വ്യക്തിക്ക് സാലറി കിട്ടുന്ന ടൈമിൽ ഇല്ലെങ്കിൽ ആശുപത്രി കേസുകൾ വരുന്നു, ഇല്ലെങ്കിൽ ആരെങ്കിലും കടം ചോദിക്കുന്നു, അപ്പോൾ ആ പൈസ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. അപ്പോൾ ഏകദേശം പകുതി ആവുന്നതോടെ നമ്മൾ കടക്കാരാകും. അപ്പോൾ അനാവശ്യമായ ചിലവുകൾ മാറ്റാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണം, തിരുവാതിര നക്ഷത്രക്കാർ മഹാദേവനും പാർവതി ദേവിയും കൂടെ ഇരിക്കുന്ന ക്ഷേത്രം, പാർവതിയിൽ എന്തായാലും മഹാദേവൻ്റെ പുറകെ കാണും. അപ്പോൾ പാർവതി ദേവി ഇരിക്കുന്ന ക്ഷേത്രത്തിലും മഹാദേവൻ്റെ കൂടെ ഇരിക്കുന്ന ക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തുക. ആ ഭഗവതി സേവയും ഗണപതി ഹോമവും നടത്താൻ നേരത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഭഗവതി സേവ നടത്തുമ്പോഴേക്കും നമ്മൾ പങ്കെടുക്കിട്ട് നമ്മുടെ ഈ ഭഗവതി സേവ നടക്കുന്ന പ്രസാദം നമ്മുടെ ഗ്രഹത്തിൽ കൊണ്ടുവച്ച് സാമ്പത്തികത്തിലേക്കുള്ള ഒരു വഴിയും കൂടെ ചെയ്യുന്നത്. പിന്നെ 5ാമത്തെ കാര്യം ഞാൻ പറയാതെ തന്നെ അറിയാം, അത് എല്ലാ വീഡിയോയിലും ചെയ്യുന്നതാണ്. നമ്മൾ ഈ പറയുന്ന പൂജകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പണിക്ക് പോകാതെ സാമ്പത്തികം വരത്തില്ല. നമ്മൾ ഈ പറയുന്ന ചാനലുകളിലൊക്കെ പല യന്ത്രങ്ങളൊക്കെ കാണാറുണ്ട് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി, ഇല്ലെങ്കിൽ ഈ യന്ത്രം വെച്ചാൽ സാമ്പത്തികം വരും, കുബേരം വെച്ചാൽ സാമ്പത്തികം. നമ്മൾ ഒരു കാര്യം ചിന്തിക്കുക, നമ്മൾ പണിക്ക് പോയെങ്കിൽ മാത്രമേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ, അല്ലേ? അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ യന്ത്രങ്ങളെല്ലാം വെച്ചിട്ട് വീട്ടിൽ ഇരുന്നാൽ പോരെ. നമ്മൾ പൈസയ്ക്ക് എന്ത് വേണം, നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കഷ്ടപ്പെടുമ്പോഴത്തേക്ക് നമുക്ക് ഈശ്വരൻ അതിനൊരു പൈസ തരും, ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു കൂലി കിട്ടും. അത് അനാവശ്യമായ രീതിയിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോയിലേക്ക് വരുന്നത്. അപ്പോൾ ഭക്തജനങ്ങൾക്ക് എന്തെങ്കിലും ഈ ഡൗട്ടോ മറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒരു കാര്യം പറയണം, നമ്മൾ പണിക്ക് പോയെങ്കിൽ മാത്രമേ നമുക്ക് പൈസ കിട്ടത്തുള്ളൂ. പണിക്ക് പോകാതെ പൈസ നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും കർമ്മം ചെയ്യുക. ഇപ്പോൾ രാവിലെ പോയെങ്കിൽ നമുക്ക് വൈകിട്ട് എന്തായാലും പൈസ കിട്ടും. ഈ പറയുന്ന വഴിപാടുകളൊക്കെ നടത്തിയിട്ട് പണിക്ക് പോകാതിരിക്കുന്ന ഭക്തജനങ്ങൾക്ക് പൈസ വരത്തില്ല. പണിക്ക് പോവുക, പൈസ കിട്ടും. ഞാൻ ഈ പറഞ്ഞിരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഈ സാമ്പത്തികം വരുമ്പോൾ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നതാണ്. നമസ്കാരം.